മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും മുൻകൂട്ടി അറിഞ്ഞ് ജീവനുകൾ രക്ഷിക്കാനുള്ള ഗവേഷണം തുടരുകയാണ് അമൃത വിശ്വവിദ്യാപീഠം. അമൃത വികസിപ്പിച്ച ലാൻഡ് സ്ലൈഡ് ഏർലി വാർണിംഗ് സിസ്റ്റമാണ് മുന്നറിയിപ്പ് നൽകുന്നത്. ഈ സംവിധാനം ഇന്ത്യയിൽ ആദ്യമായി പരീക്ഷിച്ച് വിജയിച്ചത് മൂന്നാറിലാണ്. ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ പ്രദേശം അമൃത സർവകലാശാലയിൽ നിന്നുള്ള വിദഗ്ധർ സന്ദർശിച്ചിരുന്നു. വയനാട്ടിലെ ദുരന്തബാധിത മേഖലകളിൽ സൗജന്യമായി ഈ സംവിധാനം സ്ഥാപിക്കാൻ അമൃത സർവകലാശാല അനുമതി തേടി. പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ അനുമതി നൽകിക്കൊണ്ട് ഇടതുമുന്നണി സർക്കാർ നടപടി സ്വീകരിക്കുകയും ചെയ്തു. സാങ്കേതിക നിബന്ധനകളെ ചൊല്ലിയുള്ള ചർച്ചകൾ നീണ്ടുപോയതാണ് ഈ പദ്ധതി യഥാസമയം നടപ്പിലാക്കുന്നതിന് തടസ്സമായത്. ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പലതവണ അമൃത വാർത്തകൾ നൽകിയിരുന്നു. ഏറ്റവും അവസാനമായി കഴിഞ്ഞ ജൂലൈയിൽ നൽകിയ റിപ്പോർട്ടിലേക്ക് ഒരിക്കൽ കൂടി. അമൃത വിശ്വവിദ്യാപീഠം 2006 മണ്ണിടിച്ചിൽ മുന്നറിയിപ്പ് നൽകുന്നതിനായുള്ള പദ്ധതി ആരംഭിച്ചത്. 2009 മുതൽ പദ്ധതി പൂർണ്ണമായും പ്രവർത്തന സജ്ജമായി. മണ്ണിനടിയിൽ സ്ഥാപിച്ചിരിക്കുന്ന സെൻസറുകളിൽ നിന്നുള്ള ഡാറ്റ വളരെ വേഗത്തിൽ അപഗ്രഥിച്ചാണ് മണ്ണിടിച്ചിൽ മുന്നറിയിപ്പ് നൽകുന്നത്. അമൃത വിശ്വവിദ്യാപീഠം പ്രോവോസ്റ്റ് ഡോക്ടർ മനീഷ വി രമേശിന്റെ നേതൃത്വത്തിൽ 15ഓളം അംഗങ്ങളാണ് അമൃതപുരി കേന്ദ്രീകരിച്ച് ഇതിനായി പ്രവർത്തിക്കുന്നത്. അതിനുള്ള എല്ലാ ഫണ്ടും തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയത് ആശ്രമമാണ്. ആശ്രമത്തിൽ നിന്ന് ഉള്ള ഫണ്ടും അമൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഫണ്ടോട് കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോയത്. 2006 സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഏകദേശം 2009 മൊത്തം പ്രോജക്റ്റ് ഡിപ്ലോയ് ചെയ്തത്. 2009 എല്ലാ സെൻസേഴ്സും ഏകദേശം 21 മീറ്ററോളം അടിയിലായിട്ട് പല പല ലെയറിലായിട്ടാണ് നമ്മൾ സെൻസേഴ്സ് ഇട്ടേക്കുന്നത്. അത് അവിടുന്ന് ആ സെൻസേഴ്സിൽ നിന്ന് തരംഗങ്ങൾ ഡേറ്റ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എടുക്കും. റിയൽ ടൈമിൽ നമുക്ക് ഡേറ്റ കിട്ടുന്നുണ്ട്. ഈ ഡേറ്റ എടുത്തിട്ട് നമ്മൾ AI മോഡൽസ് വെച്ചിട്ട് ആണ് അതിനെ പഠിച്ചിട്ട് അതനുസരിച്ച് നമ്മൾ ഇത് വരാൻ പോകുന്നോ ഇല്ലയോ എന്നുള്ള 7 തരം പാരാമീറ്ററുകൾ ഉപയോഗിച്ചാണ് നമ്മളത് നോക്കിയിട്ട് അതിന് കൊടുക്കുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സെക്രട്ടറിക്കാണ് ഉരുൾപൊട്ടൽ സാധ്യതയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അവർ അതനുസരിച്ചുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിച്ച് ജനങ്ങൾക്ക് വേണ്ട സുരക്ഷ ഒരുക്കും, നിർദ്ദേശങ്ങൾ നൽകും. കാലോചിതമായി പരിഷ്കരിച്ച സാങ്കേതിക വിദ്യകളാണ് അമൃത വിശ്വവിദ്യാപീഠം ഇതിനായി ഉപയോഗിക്കുന്നത്. 2009, 11, 13, 17, 18, 20, 21, 24, 25 എല്ലാ വർഷങ്ങളിലും നമ്മൾ വാണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം 24 അവിടുത്തെ സബ് കളക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ വാണിംഗ് കൊടുത്ത കാരണം ജനങ്ങളെ രക്ഷിക്കാൻ പറ്റിയെന്ന്. നമ്മുടെ വാണിങ്ങിന് ശേഷമാണ് ഏകദേശം 27ഓളം ലാൻഡ് സ്ലൈഡാണ് മൂന്നാറിൽ സംഭവിച്ചത്. ഇതേ സമയമാണ് നമുക്ക് വയനാട്ടിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നത്. അവിടെ സെൻസറില്ല, ഇവിടെ സെൻസറുണ്ട്, വ്യത്യാസമുണ്ട്. കേരളത്തിന് പുറത്തും ഇപ്പോൾ സമാനമായ മുന്നറിയിപ്പ് സിസ്റ്റം വിപുലീകരിച്ചിട്ടുണ്ട്. 2018 ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മുന്നറിയിപ്പ് സംവിധാനത്തെ പരിചയപ്പെടുത്തിയിരുന്നു. ഇവിടെ കൂടാതെ നമ്മൾ സിക്കിമിൽ ചാന്ദ്മാരി ഗാങ്ടോക്കിൽ നമ്മളിതേ സെൻസർ സിസ്റ്റം ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത് കൂടാതെ ഇപ്പോൾ നമ്മൾ ഉത്തരാഖണ്ഡിലും മറ്റ് സ്ഥലങ്ങളായ കർണാടക, ഒഡീസ, ഹിമാചൽ പ്രദേശ് സ്ഥലങ്ങളിലും ഇടാനായിട്ടുള്ള അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഫിസിക്സ്, മാത്തമാറ്റിക്സ്, എഞ്ചിനീയറിംഗ്, ജിയോഗ്രഫി, ജിയോളജി, AI തുടങ്ങി നിരവധി വിഷയങ്ങളിൽ പരിചയസമ്പന്നരായ വ്യക്തികളാണ് ഈ സംവിധാനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഓരോ വർഷവും വയർലെസ് സെൻസർ നെറ്റ്വർക്ക് വാർണിംഗ് സിസ്റ്റം കൂടുതൽ കാര്യക്ഷമമാക്കിയാണ് അമൃത വിശ്വവിദ്യാപീഠത്തിന്റെ മുന്നറിയിപ്പ് സംവിധാനം പ്രവർത്തിക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി.